എടാ നീയൊക്കെ വെള്ളം കിട്ടാണ്ട് ചാകും എന്നൊക്കെ പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെള്ളം കിട്ടാണ്ട് മരിച്ചുപോയ ഒരു കുടുംബത്തിന്റെ ഒരു കഥയാ നിന്റെ അടുത്ത് പറയാം. സങ്കടം പറഞ്ഞ കഥയാണ്. അതായത് ഒരു വീട്, ആ ഒരു വീട്ടിലെ ഒരു മൂലയിൽ താമസിക്കണ ഒരു കുടുംബം, അതായത് പാറ്റ കുടുംബം. പല പല മൂലയിലും ഉണ്ടാവും. ഈ പാറ്റ കുടുംബത്തില് ഒരു നായകൻ, അത് നമ്മുടെ മെയിൻ പാറ്റയുണ്ട്. ആ പാറ്റക്ക് ഭാര്യ പാറ്റയുണ്ട്, കുരുത്തം കെട്ട 2 കുഞ്ഞു പാറ്റ പിള്ളേരുണ്ട്. പിന്നെ നമ്മുടെ നായകന് അച്ഛനും അമ്മയും, അതായത് പിള്ളേരുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട്. ഈ അപ്പൂപ്പൻ തളർവാദം പിടിച്ച് തളർന്നിട്ട് കിടക്കണ ഒരു അപ്പൂപ്പൻ പാറ്റയാണത്. ഇങ്ങനെ തളർന്നത് ഈ മനുഷ്യന്മാരുടെ അടുത്തോട്ട് ഇങ്ങനെ പോകരുത്, അതായത് അവർ കാണുകയെ പോകരുത്, നമ്മെല്ലാം ഒളിച്ചും പാത്തും വേണം ചെയ്യണമെന്നാണ് ഇവരുടെ പാറ്റ കുടുംബത്തിലെ ഒരു പ്രതിജ്ഞ. ഈ അപ്പൂപ്പൻ പാറ്റ ഉണ്ടല്ല, പണ്ട് തൊട്ടേ ഒരു മധുരക്കൊതിയനായിരുന്നു. ഈ വീട്ടിന്റെ ഓണർ രാത്രി ഐസ്ക്രീം കഴിച്ചിട്ട് വാ കഴുകാണ്ട് കിടന്ന്. അപ്പാപ്പൻ പാറ്റ അത് കണ്ടോണ്ടിരിക്കണേണല്ലോ. ഇയാൾ ഉറങ്ങിയെന്നും പറഞ്ഞിട്ട് ഈ പാറ്റ എന്ത് ചെയ്ത് ചുണ്ടിൽ കാരാൻ പോയി, ഐസ്ക്രീം കാരി തിന്നാൻ പോയി. മധുരം കണ്ടു കഴിഞ്ഞാൽ കാറിന് ഒരു സ്വഭാവം ഉണ്ട്. ഇയാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ പോറ്റയുടെ അരക്കിട്ട് ഒരു ചട്ടങ്ങ കൊടുത്ത് ചതഞ്ഞു പോയ അര. പിന്നെ അവിടെ നിന്ന് ബാക്കി മക്കളെല്ലാരും കൂടി വന്ന് പൊക്കിക്കൊണ്ടിട്ടാണ് പോയത്. അതിനുശേഷം തളർവാദം പിടിച്ചാണ് കിടക്കണത്. അപ്പൊ നമ്മുടെ നായകനാണ് ഇവരെയൊക്കെ നോക്കണത്. അപ്പൊ നമ്മുടെ നായകൻ പുറത്തോട്ട് എന്തെങ്കിലും ഒളിച്ചും പാത്തൊക്കെ എടുത്തിട്ട് വന്ന് അങ്ങനെ പൊക്കോണ്ടിരിക്കണേണ്. അപ്പൊ ഇവരുടെ വീട്ടിൽ തന്നെ എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കണോണ്ടിട്ട് ഇപ്പൊ പാറ്റ കുടുംബത്തിന്റെ ഒരു പാട്ടിലോട്ട് നമുക്ക് പോവാം. കുടുംബഗാനം. വീടിനുള്ളിൽ മൂലയിൽ കഴിയും പാറ്റ കുടുംബം, അവിടെയും ഇവിടെയും പാറി നടക്കും പാറ്റ കുടുംബം. ഹിറ്റവർ അടിക്കുമ്പോൾ ചാകും നമ്മൾ, ഉറങ്ങും നേരം ചുണ്ടിൽ കാരും പാറ്റ കുടുംബം. വീടിനുള്ളിൽ മൂലയിൽ കഴിയും പാറ്റ കുടുംബം, അവിടെയും ഇവിടെയും കാരി നടക്കും പാറ്റ കുടുംബം. പാറ്റക്കുടുംബത്തിന് പറ്റിയ പാട്ട്. പോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ സന്തോഷമായിട്ട് ആ മൂലയിൽ അങ്ങനെ കഴിഞ്ഞു പോണായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇവരുടെ താവളം ഈ വീട്ടുകാർ കണ്ടുപിടിച്ച്, മൂലക്കാണ് താമസിക്കണെന്ന്. അപ്പൊ ഈ വീട്ടുകാരെന്ത് ചെയ്തു, ഹിറ്റ് എടുത്തങ്ങ് അടിച്ച്. പക്ഷെ അവിടെ നമ്മുടെ നായകനില്ല, നായകൻ പുറത്തു പോയേക്കണായിരുന്നു. ആ സമയത്താണ് ഹിറ്റ് എടുത്തടിച്ചത്. അപ്പൊ ബാക്കി എല്ലാരും ആ കുഞ്ഞറക്കുള്ളിൽ ശ്വാസം മുട്ടി പെടയാണ്. ഈ പെടയണ സമയത്ത് ഇവര് കുറച്ച് വെള്ളം ആഗ്രഹിക്കും. അതായത് മരിക്കാൻ സമയത്ത് എല്ലാരും വെള്ളം ആഗ്രഹിക്കുമല്ലോ. അപ്പൊ നമ്മുടെ നായകൻ ഊരെന്ന് കണ്ടിട്ട് അവൻ പറന്നു വരണമായിരുന്നു. ഓടിച്ചാടി വരണ സമയത്താണ് അവൻ വരണ വഴിക്ക് എവിടെയോ തട്ടി മലന്നങ്ങ് വീണ്. മലന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റൂലല്ലോ. അവന്റെ വീട്ടുകാര് അവസാനത്തെ ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിച്ച്. ഇവൻ എങ്ങനെയൊക്കെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നിവർന്നെണീക്കാൻ. അവൻ മലന്നടിക്കുന്നത് ഈ വീട്ടിലല്ലേ? അതെ, എല്ലാരും വീടും മെനാക്കിയെന്നല്ലേ പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ പാട്ടിനെ കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് കർമ്മം ചെയ്യാൻ വേണ്ടിട്ട് ആ വീട്ടുകാർ ഇവനെ ബാക്കി വെച്ചതാ. അത് പിന്നെ പാവം പിടിച്ചവൻ അതേപോലെ അവരുടെ ഒടിഞ്ഞ കാലൊക്കെ എടുത്തിട്ട് ഇതേപോലെ കർമ്മം ചെയ്യുന്നത് കേൾക്കണം. നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഞാൻ ഉണ്ടാക്കിയ കഥയാണല്ലോ, അപ്പൊ ഞാൻ തന്നെ കേട്ടതാ.